വെൽക്കം ടു എയ്സപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ കർഷക സമരങ്ങളിൽ തോൽവിറക് സമരവും കരിവള്ളൂർ സമരവുമാണ്. കേരളത്തിൽ ജന്മിത്വത്തിനെതിരെയും ബ്രിട്ടീഷ് ആധിപത്യത്തിനുമെതിരെയൊക്കെ നിരവധി കർഷക സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡിൻ്റെയൊക്കെ. ഇതിലെ രണ്ട് സമരങ്ങൾ തോൽവിറകും കരിവള്ളൂരും. ഇതിൽ തോൽവിറക് സമരം നടക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ കരിവള്ളൂർ സമരം നടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. നോക്കാം തോൽവിറക് സമരം. ഓർത്തു വയ്ക്കണം, തോൽവിറക് സമരം നടന്ന വർഷം ചോദിക്കാറുണ്ട്. 1946 നവംബർ 15 എന്നാണ് 1946 നവംബർ 15 തോൽവിറക് സമരം നടക്കുന്നത്. തോൽവിറക് സമരം നടന്ന ജില്ല ചോദിക്കാറുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് എന്ന് പറയുന്ന താലൂക്കിലാണ് ചീമേനി എന്ന് പറയുന്ന പ്രദേശം ഇരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗിലെ. ഇനി ആ ചീമേനി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആദ്യകാല ജന്മിയായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അഥവാ TS തിരുമുമ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പുറത്തു വയ്ക്കണം, ആദ്യകാല ജന്മിയുടെ പേരാണ് TS തിരുമുമ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു TS തിരുമുമ്പ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ പാടുന്ന പടവാളെന്ന് EMS വിശേഷിപ്പിച്ചത് TS തിരുമുമ്പിനെ ആയിരുന്നു. ഇപ്പൊ TS തിരുമുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കർഷക സ്ത്രീകള് ചീമേനി കാടുകളിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിക്കുന്നത്, അതായത് തോല്, വിറക്, നാട്ട, ഇതൊന്നും ശേഖരിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രദേശം അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ കൊട്ടുകാപ്പള്ളി എന്ന് പറയുന്നത്. അപ്പൊ ജോൺ കൊട്ടുകാപ്പള്ളി കർഷക സ്ത്രീകൾ വനവിഭവങ്ങൾ ശേഖരിക്കുന്നത്, തോലും വിറകും നാട്ടൊക്കെ ശേഖരിക്കുന്നത് അദ്ദേഹം തടയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇതിനെതിരെ അവിടുത്തെ കർഷക സ്ത്രീകൾ സംഘടിക്കുന്നു. എന്നിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ഒരു സമരം അദ്ദേഹത്തിനെതിരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ തോൽവിറക് സമരം ശരിക്കും നയിക്കുന്നത് TS തിരുമുമ്പായിരുന്നു. പകരം അദ്ദേഹം മുമ്പിൽ നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന കാർത്തിയാനി അമ്മേനെയാണ് ഈ സമരത്തിന്റെ മുൻപിൽ അദ്ദേഹം നിർത്തുന്നത്. ഓർത്തു വയ്ക്കുക, തോൽവിറക് സമര നായിക ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് കാർത്തിയാനി അമ്മയാണ്. അതേസമയം തോൽവിറക് സമര നായകൻ എന്നറിയപ്പെടുന്ന TS തിരുമുമ്പാണ്. ആർക്കെതിരെ നടത്തിയതാണ്? ജോൺ കൊട്ടുകാപ്പള്ളി എന്ന് പറയുന്ന ജന്മിക്കെതിരെ നടത്തിയതാണ്. ഏത് ജില്ലയിൽ നടന്നിട്ടുള്ളതാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഏത് വർഷം നടന്ന സമരമാണ്? 1946 നവംബർ 15 പുറത്തു വെക്കണം, തോൽവിറക് സമരം. ഇനി നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലോട്ടാണ്. അപ്പൊ കരിവള്ളൂർ സമരം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് കരിവള്ളൂർ എന്ന് പറയുന്നത്. ആ കരിവള്ളൂർ സമരം നടന്ന വർഷം ചോദിക്കാറുണ്ട്. 1946 ഡിസംബർ 20 എന്നാ നടക്കുന്നത്? 1946 ഡിസംബർ 20 ഓർത്തു വയ്ക്കണം, കേരളത്തിൽ ജന്മിത്വത്തിനെതിരെ നടന്ന പ്രധാനപ്പെട്ട ഒരു കർഷക കലാപമാണ് കരിവള്ളൂർ സമരം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറയുന്നത്, ഈ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ അവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ല് അവിടുത്തെ ജന്മിയായിരുന്ന ചിറക്കൽ തമ്പുരാൻ ബ്രിട്ടീഷ് പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നെല്ല് കടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആരാണ്? ചിറക്കൽ തമ്പുരാൻ. അപ്പൊ ഇതിനെതിരെയാണ് നമ്മുടെ കർഷക സംഘത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഇതിനെതിരെ നടത്തിയ കലാപമാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമരമാണ് കരിവള്ളൂർ സമരം എന്നറിയപ്പെടുന്നത്. ഇനി കരിവള്ളൂർ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അത് നടന്ന വർഷമാണ് 1946. അത് നടന്ന ജില്ലയാണ് ഏതാ? കണ്ണൂർ ജില്ലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ കയറി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കരിവള്ളൂർ സമര നായികയുടെ പേരാണ് K ദേവയാനിയാണ്. മാറരുത്, നമ്മൾ നേരത്തെ പഠിച്ചത് ആരെയാണ്? കാർത്തിയാനി അമ്മയാണ്. അതായത് തോൽവിറക് സമര നായിക കാർത്തിയാനി അമ്മയാണെങ്കിൽ കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് K ദേവയാനിയാണ്. സമര നായകൻ എന്നറിയപ്പെടുന്നത് AV കുഞ്ഞമ്പുവാണ്. ആരാണ്? AV കുഞ്ഞമ്പുവാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? C കൃഷ്ണൻ മാസ്റ്റർ ഉണ്ട്, കോളിയാടൻ നാരായണൻ ഉണ്ട്,
KV സദാനന്ദ പൈ. ഇവരൊക്കെ കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. എങ്കിൽ പോലും അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് K. ദേവയാനി എന്ന് പറയുന്ന സമര നായികയുടെ പേരാണ്. അതേസമയം നമ്മുടെ AV കുഞ്ഞമ്പു എന്ന് പറയുന്ന സമരനായകന്റെ പേരും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കരിവെള്ളൂർ സമര രക്തസാക്ഷികൾ പൊതുവെ ചോദിക്കാറുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ പേരാണ് തിടിൽ കണ്ണൻ എന്ന് പറയുന്നത്, മറ്റേത് കീനേരി കുഞ്ഞമ്പുവാണ്. അപ്പൊ കരിവെള്ളൂർ സമര രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്നത് തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവുമാണ്. അപ്പൊ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.